കാര്യം പറയാം. ഈ വരുന്ന മാർച്ച് 7-ാം തീയതി ഖത്തർ 974 സ്റ്റേഡിയത്തിലെ കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും 91 ഈവൻസും കൂടെ ചേർന്ന് ഒരു വലിയ മെഗാ ഷോ നടത്തുന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഈ ഷോയിലുണ്ട്. ഞാനും ഉണ്ടാവും. നിങ്ങൾ വരണം, തരില്ലേ? വാ, നമുക്ക് പൊളിക്കാം. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഖത്തറിലെ ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതിൻ്റെ ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് നമ്മളാണല്ലോ, മൂവി വേൾഡ് വീഡിയോ ആണല്ലോ. അപ്പം നമ്മുടെ അസീസാണ് ഇപ്പോൾ നമ്മുടെ സ്കിറ്റൊക്കെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അസീസ് നമസ്കാരം. ഖത്തറിലേക്ക് പോകല്ലേ? ഖത്തറിൽ പോയി. 7-ാം തീയതി പോകല്ലേ? 7-ാം തീയതി 5-ാം തീയതി 5-ാം തീയതി പോയി. 7-ാം തീയതി ഷോ പൊളിക്കുമല്ലോ അവിടെ പോയിട്ട്. പൊളിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സിനിമാ സംബന്ധമായിട്ട് ഈ അമ്മയുടെയോ നമ്മളെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഖത്തറിൽ വരികയാണ്. നമ്മളെ 91 അടിച്ച് പൊളിക്കാൻ വേണ്ടി മലയാള സിനിമയുടെ നമ്മുടെ എല്ലാ താരങ്ങളും നമ്മളെ ഗുരുക്കന്മാർ എല്ലാവരും വരുന്നുണ്ട്. കൂടെ ഈ എളിയ ഒരു കലാകാരൻ വരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഖത്തറിലുള്ള ഇത് കാണുന്ന ഖത്തറിലുള്ള എല്ലാ സുഹൃത്തുക്കളും ഇപ്പോഴേ ടിക്കറ്റ് എടുക്കുക, എല്ലാവരും കാണാം. അപ്പോൾ ഈ സ്കിറ്റുകൾ നിങ്ങൾ കുറേ പേരുണ്ടല്ലോ, ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ഒരാളില്ലേ? സ്ക്രിപ്റ്റ് എഴുതിയ ആള് നമ്മുടെ ശശാങ്കൻ. നിങ്ങളുടെ മാറിക്കണ നിങ്ങളൊക്കെ സ്ക്രിപ്റ്റ് എല്ലാം എഴുതിയിട്ട് മാറിയിരിക്കുകയാണല്ലോ. ഇവിടെ ഡബിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അസീസ് വന്നു ഡബ് ചെയ്തു, അതിന് ഷാജു ചേട്ടൻ ഡബ് ചെയ്തു. ഇനിയിപ്പോ 2-3 പേരെ ഡബ് ചെയ്യാനുണ്ടല്ലേ? അപ്പൊ എല്ലാരും അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഖത്തർ നമ്മൾ കിടക്കുമല്ലേ? ഡാൻസ് മാഷ് ജോലി. പ്രശ്നം മാഷ് ദേ വന്നെ കണ്ടില്ലേ? അപ്പൊ നിങ്ങളല്ല ഇവിടെ ഡാൻസ് എല്ലാരും പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഡാൻസ് ഒക്കെ എങ്ങനെയായി? പൊളി അല്ലേ? ആ പൊളി നമ്മള് 7-ാം തീയതി അവിടെ ഖത്തർ സ്റ്റേഡിയം കത്തിച്ചു വെക്കും. സ്റ്റേജ് ഇളക്കി മറിച്ച് കത്തിച്ച ആൾക്കാരൊക്കെ അവിടെ ഫുൾ സീനാണ്. അപ്പൊ പൊളിക്കുവാണ് നമ്മള്. പൊളിച്ച് വെച്ചോ. റിഹേഴ്സൽ എങ്ങനെ പോകുന്നു? ഇനി പൊളിച്ച് പ്രാക്ടീസ് ഒക്കെ പറക്ക നേരെ പിന്നെ കളിച്ചാൽ മതി. ഇവിടെ മതി, ബാക്കിയെല്ലാം സെറ്റ്. ഇവര് മത്സരിക്കാൻ പോവാ, ഡാൻസും സ്കിറ്റുമായിട്ട് മത്സരിക്കാൻ പോകുന്ന എന്നോട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ഷോ അല്ലേ? അതാണ് നമ്മുടെ പവർ. അവരുടെ ഷോ നമ്മുടെ ഷോ അല്ല, എല്ലാം ഒരു ഷോ, ഒറ്റ ഷോ. ഈ അസീസിന് ഡാൻസ് പഠിപ്പിക്കാൻ കണ്ടന്റ് കിട്ടോ കോൺട്രവേഴ്സി കിട്ടോ നോക്കാൻ തന്നെ പണിയായി. ഈ അസീസിനെ ഡാൻസ് പഠിപ്പിക്കുക. അസീസിക്കാണ് ചോദിച്ചു, പക്ഷേ ഈ തവണ അസീസിക്ക സ്കിറ്റിലെ ബിസിയാണ്. അടുത്തവണ ഷോയിൽ ഉറപ്പായിട്ട് അസീസിക്ക സ്റ്റെപ്പ് പാട്ടുണ്ടാവും. അങ്ങനെ ഷാജോൻ ചേട്ടൻ വിളിച്ചിട്ട് പോയി. ഷാജോൻ ചേട്ടൻ പഠിച്ചോണ്ടിരിക്കുന്ന അവിടെ പഠിച്ചോണ്ടിരിക്കല്ലേ? നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ അസീസിന് നമ്മള് അടുത്ത ഷോ ഡാൻസിനാണ് കൊണ്ടുപോകണം കേട്ടോ. എല്ലാം കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ അല്ലെ? അപ്പൊ നിങ്ങളുടെ ഒന്ന് പോകും കേട്ടോ. അസീസ എവിടെ പോയാലും തിരിച്ചു വരും. അല്ലാതെ ഇതെല്ലാം ചെയ്യട്ടെ ഒരു അല്ലേ? മുന്നോട്ട് പോകുമ്പോൾ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, സ്കിറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ നമുക്ക് പൊളിക്കാം. 7-ാം തീയതി നമുക്ക് പൊളിക്കാം. ഓക്കെ അല്ലേ? ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.
ആക്ഷൻ. അപ്പം റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷോയുടെ റിഹേഴ്സൽ തിരക്കിലാണ്. രഞ്ജിത്തേട്ടൻ ഞാൻ കേട്ടിരിക്കുന്നത് ഏറ്റവും വലിയ സ്റ്റേജ്. എനിക്ക് ആ സ്റ്റേജ് നിങ്ങളവിടെ ഡിസ്പ്ലേ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവാം. ഷോയുടെ മൊത്തം ഭാരമാണ് അല്ലേ? ശരിക്കും വലിയൊരു നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. ഇത്രയധികം ആളുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ദിലീപ് ഉൾപ്പെടെയുള്ള അതുപോലെ ഒരുപാട് ആയിരമാരും മറ്റ് എല്ലാം നമ്മുടെ മികച്ച താരങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഖത്തറിലെ തിരക്ക് നമ്മുടെ ഷോ നമ്മുടെ പ്രവാസികളെ ആളുകളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അവരവിടെ ജോലി ചെയ്ത് ജീവിച്ച് ആരാധിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ വളരെ ഒരു ജീവിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഒരാളുടെ സ്ഥലത്തേക്ക് നമ്മൾ പോയി അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി ഒരു ഷോ എടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ തരത്തിലും ഒരു നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആ സ്റ്റേജിനെ കുറിച്ചാണ് എനിക്കറിയുന്നത്. സ്റ്റേജ് നമ്മൾ ഓപ്പണാണ് കാണും. പോയി കണ്ടിരിക്കുന്ന സാധനമാണ്. അതിനെ കുറിച്ചൊന്ന് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഭയങ്കര നല്ല ഒരു ഷോ ചെയ്യുന്ന ശബരീഷാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ സ്റ്റേജുകളാണെങ്കിൽ ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് 100 അടിക്ക് മുകളിലാണ് നമ്മുടെ ഇതിൻ്റെ വരുന്നത്. അത്രയും വീഡിയോ വെച്ചിട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ ഇതുവരെ അങ്ങനത്തെ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലത്തെ സ്റ്റേജ് ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ സ്റ്റേഡിയം അത്രയും അനുഭവമാണ്. അപ്പോൾ അത്തരം സ്റ്റേഡിയത്തിൽ ചെയ്യുമ്പോൾ സ്റ്റേജ് മാനേജ് ചെയ്യണം. അപ്പോൾ ഇതിന് ഇത്രയും 10 വർഷമുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം വേണം. കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ പാക്കേജുണ്ട്. അതേപോലെ തന്നെ അതിനനുസരിച്ച് ആളുകളുടെ കോർഡിനേഷൻ. കാരണം ഒരു വലിയ സ്റ്റേജിലേക്ക് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വളരെ ഭംഗിയാവുള്ളൂ. അത്തരം കാര്യങ്ങളാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക. രഞ്ജിത്തേട്ടൻ ഇതിനും മുമ്പ് തന്നെ ഷോയൊക്കെ ഡയറക്റ്റ് ചെയ്താൽ ഈ ഡയറക്ഷൻ ഈ ഷോയുടെ ഡയറക്ഷനൊക്കെ വരുമ്പോൾ ടാസ്ക് എന്തെങ്കിലും അല്ല ശരിക്കും എന്നെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഷോ എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഇഷ്ടമുള്ളതായിരുന്നു. ഞാൻ അമ്മയുടെ ഷോയിലും ഒക്കെ ഞാൻ പങ്കെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഇപ്പം ഞങ്ങൾ അസോസിയേഷൻ ഇട്ടിട്ട് അപ്പോൾ അസോസിയേഷൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതാണ് ഞാൻ അതിൻ്റെ എന്നെ സഹായിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയായിട്ടുള്ളതാണ്. പിന്നെ ഈ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ പോകുന്ന എല്ലാ ടെക്നീഷ്യനും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെല്ലാവരും അതിൻ്റെ കോർഡിനേഷൻ ഇത് ഒരാളുടെ മാത്രമല്ല. എപ്പോഴും ഒരു ഷോ എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ബാലൻസ് ചെയ്ത് ഉൾപ്പെടെയുള്ള എല്ലാ ടെക്നീഷ്യന്മാരുടെയും ഉച്ചക്കട്ടായ പ്രവർത്തനത്തിൽ നോക്കുന്ന ഒരു ഷോ ഉണ്ടാവും. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും പറ്റാതെ പോകണമെങ്കിൽ അത്രമാത്രം ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഒരു ശ്രമത്തിൽ അവരെല്ലാവരും കൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരു നല്ല ഷോ ആയിരിക്കുന്നതാണ് എനിക്ക് പറയാൻ പറ്റും. ലാലേട്ടനും എൻ്റെയൊക്കെ അതിൻ്റെ വ്യത്യസ്തമാണെന്ന് അറിയണം. അത് ഷോ കണ്ടേ തീരാടിക്കണം. എന്തായാലും ഒരു കാര്യമുണ്ട്. ഈ 40 കൊല്ലമായി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകളെ രസിപ്പിച്ചുകൊണ്ട് പോകുന്ന മലയാള സിനിമയുടെ നട്ടലായിട്ടുള്ള നമുക്ക് ലാലേട്ടനാണ് വരുമ്പോൾ ആളുകൾ സന്തോഷം പോകുന്നുണ്ടേ. തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സന്തോഷം. മൂവി വേൾഡ് മീഡിയയ്ക്ക് ഇതൊരു ഡിജിറ്റൽ സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ വന്നതിന് സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ നമുക്ക് 7-ാം തീയതി അവിടെ കോയിലാണ്. അവിടെ കാണാം. താങ്ക് യു. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.